അല്ല, താങ്കൾ പറഞ്ഞ കാര്യത്തിലുള്ള ഒരു മറുപടി. ശ്രീ CP ജോൺ, ഇപ്പൊ ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ RSS സർസംഘചാലക് താങ്കളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുകയായിരുന്നു. ശരിയാണോ? മോഹൻ ഭാഗവത് താങ്കളുടെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ടോ? മോഹൻ ഭാഗവത് എന്റെ വീട്ടിൽ വന്നിട്ടില്ല. 2004 20 വർഷം മുമ്പ്. ഹലോ, കേക്കാം. 20 വർഷം മുൻപ് RSSന്റെ സർസംഘചാലക് സുദർശൻ ഒരു സെമിനാറിൽ, അന്നത്തെ സർസംഘചാലക് സുദർശൻ ജി. അപ്പൊ അദ്ദേഹം പങ്കെടുത്ത സെമിനാറ് നമ്മുടെ വെള്ളവുമായി ബന്ധപ്പെട്ട നദികളുടെ സംയോജനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തി ആ സെമിനാറില്. ആ സെമിനാർ നടന്നത് അനന്തപുരം എന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറാണ്. അപ്പൊ അതിൽ പ്ലാനിംഗ് ബോർഡ് അംഗമെന്ന രീതിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ ഞാനവിടെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് എന്റേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. യോഗം കഴിഞ്ഞപ്പോ സുദർശൻ, അതായത് സർസംഘചാലക് പറഞ്ഞു, എനിക്ക് പ്ലാനിംഗ് ബോർഡ് മെമ്പറെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ RSSന്റെ ഭാരവാഹികൾ പറഞ്ഞു, നമുക്ക് അദ്ദേഹം വിളിച്ചാൽ ചിലപ്പോൾ വരും, ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞു. അല്ല, അതല്ല, എനിക്ക് വീട്ടിൽ പോയി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട ആൾക്കാര് പിന്നെ സേതുവായിട്ട് നടക്കണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോ ഞാൻ ഉടനെ തന്നെ, അതിപ്പോ എന്തായാലും പ്രസക്തമാണത്, അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയോടും അന്നത്തെ എന്റെ പാർട്ടിയുടെ സെക്രട്ടറിയും മന്ത്രിയുമായിരുന്ന MVR ഞാൻ പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹം വരുന്നുണ്ട്, ഇത്ര മണിക്ക് വീട്ടിലെത്തും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇവിടെ വന്നിട്ട് ജലം എങ്ങനെയാണ് മിതമായി ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു ക്ലാസ് തന്നെ എടുത്തു. അത് വരൾച്ചയുള്ള കാലമായിരുന്നു, നമ്മുടെ കേരളത്തിൽ വരൾച്ച വരുന്നുള്ള ഒരു നിലവിലുള്ള കാലമായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് റൂട്ട് ലെവൽ ഫെർട്ടിഗേഷൻ നടത്തേണ്ടതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വിശദമായ കത്തുകൾ എനിക്ക് അയച്ചിരുന്നു, ഞാനും അതിന് മറുപടി അയച്ചിരുന്നു. അതിനുശേഷം പിന്നെ ബന്ധമില്ല. അദ്ദേഹം മരിച്ച സമയത്ത്, ഇതൊരു രഹസ്യമൊന്നുമല്ല, ഞാൻ എഴുതിയ അനുസ്മരണ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തെക്കുറിച്ചും ആ സംഭവത്തെക്കുറിച്ചൊക്കെ എഴുതിയിരുന്നു. ഇതാരോ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ ഗോപാലകൃഷ്ണൻ ഇപ്പോഴായിരിക്കും അറിഞ്ഞത്. എന്തായാലും ഈ മോഹൻ ഭാഗത്തിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സുദർശൻ ജി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം 1 മണിക്കൂർ സമയം എന്റെ വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ അയച്ചിരുന്നു. ഔദ്യോഗികമായി തന്നെ ഞാൻ കത്തയച്ചിരുന്നു. അത് ആ മെത്തേഡ് ഇനി ഒന്നും കൂടെ പറയാം. വടകരപ്പതി പഞ്ചായത്തിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ഈ റൂട്ട് ലെവൽ ഫെർട്ടിഗേഷന്റെ വളരെ ലളിതമായ ഒരു മെത്തേഡ്, നമ്മൾ കപ്പയ്ക്കെല്ലാം തടമെടുക്കുമ്പോൾ അതിന്റെ റൂട്ടിൽ മാത്രം നനയ്ക്കുന്ന ഒരു മെത്തേഡ് അദ്ദേഹം പറഞ്ഞു തന്നത് പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ CP ജോൺ. ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് താങ്കളെ വിളിച്ചത്. വളരെ ക്ലിയർ ആണ്. വളരെ നന്ദി. ഗോപാലകൃഷ്ണൻ.